നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ട ഒരു സ്പിരിച്വാലിറ്റി നമ്മുടെ വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് പോവില്ല. നമ്മളിങ്ങനെ ഭയങ്കര ഫ്ലറിഷ് ചെയ്യുന്ന പോലെ തോന്നും കുറെ കാലത്തേക്ക്. പിന്നെ എന്തെന്നറിയാം, ഉൽക്ക കത്തുന്ന പോലെ താഴെ പോകും. പതുക്കെ ആണെങ്കിലും കർത്താവ് പറയുന്നത് മതി. ഇവിടെ കഥ പറയുന്നത് നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. കേട്ടോ, രണ്ട് തരം ചിന്തയാണ്. ഒന്ന് ദൈവത്തിന്റെ ചിന്ത, രണ്ട് മനുഷ്യന്റെ ചിന്ത. യെശയ്യാ 55:8-9 കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയും അല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ മനസ്സിനെ ഒരുക്കുക എന്നുള്ളതാണ്. ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി ദൈവം ചിന്തിക്കുന്ന വഴിക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇനി ആ ചിന്തകൾ എങ്ങനെ മനസ്സിലാവും? അതിനാണ് ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് വായിക്കുമ്പോഴാണ് ഒരു കാര്യത്തിൽ ഡിസേൺമെന്റ് കിട്ടുന്നത്. ഇത് ഹ്യൂമൻ വോയിസ് ആണോ, ദൈവത്തിന്റെ സ്വരമാണോ?